ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു താങ്ക്സ് ഗിവിംഗ് വീഡിയോ ആണ്. താങ്ക് യു എവ്രി വൺ, താങ്ക് യു ഓൾ ഫോർ ദ വണ്ടർഫുൾ സപ്പോർട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 6 മാസമായെങ്കിലും നമ്മൾ ആക്റ്റീവായിട്ട് കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1.5-2 മാസം ആവുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. എനിക്കത് എങ്ങനെയാണ് പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല. എല്ലാ ദിവസവും രാവിലെ സ്റ്റുഡിയോ ആപ്പ് തുറന്ന് വീഡിയോസിൻ്റെ പെർഫോമൻസും വീഡിയോസിൻ്റെ അനലിറ്റിക്സ് നോക്കുമ്പോഴുള്ളൊരു സന്തോഷം എന്ന് പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു ഗൈസ് ആർ സോ ഗ്രേറ്റ്. താങ്ക് യു വെരി മച്ച്. നമ്മൾ കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് ഒരു സാധനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ചെയ്യുമ്പോൾ അത് കാണാൻ ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ അത് കണ്ട് സപ്പോർട്ട് ചെയ്ത് അത് ലൈക്ക് ചെയ്ത് അത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനുള്ള ആൾക്കാരുണ്ടല്ലോ എന്ന് അറിയുമ്പോഴല്ലോ അത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു വിഷയമാണ്. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു ഓൾ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് ഡയറക്റ്റ് മെസ്സേജ് ആയിട്ടും കമൻസിലൂടെ ഒക്കെ പറഞ്ഞു, ചേട്ടാ ഭയങ്കര ടെൻഷനാണ്, എന്താവും എന്നറിയില്ല, ഒരുപാട് ടെൻഷനാണ്, ഇനിയും 1 മാസമേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, പഠിച്ചാൽ കിട്ടുമോ, ഇപ്പം പഠിച്ചു തുടങ്ങിയാൽ കിട്ടുമോ ചേട്ടാ എന്നൊക്കെ ചോദിച്ചു. സോ ഒരു കാര്യം പറയാനുള്ളത്, ഇറ്റ്സ് നെവർ ടു ലേറ്റ്. ഇപ്പം തുടങ്ങുകയാണെങ്കിൽ ഇപ്പം തുടങ്ങുക. പക്ഷെ എന്താണ്, കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഷെഡ്യൂളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മതി. നമ്മൾ സ്റ്റഡി പ്ലാനും ഷെഡ്യൂളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുക. കൃത്യമായിട്ട് ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ പാസ്റ്റ് വീഡിയോസിലൂടെ കൃത്യമായിട്ട് ഏതൊക്കെ എങ്ങനെ പഠിക്കണം, എവിടെ നിന്നൊക്കെ നോക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കാണാം. എന്നിട്ട് ആ രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുക. പിന്നെ അതുപോലെ ടെൻഷൻ്റെ കാര്യം, ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് ഞാൻ എന്തായാലും പറയില്ല. ടെൻഷൻ വേണം. നമ്മൾ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടുമില്ലയോ അല്ലെങ്കിൽ എന്താവും അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിക്കും. അത് നാച്ചുറലായ പ്രോസസ്സാണ്. ഇറ്റ്സ് ഓൾ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് ദിസ് പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചോ, ടെൻഷൻ അടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് എല്ലാം ഒരു കൺട്രോളിലായിരിക്കണം. ഇപ്പം നമ്മുടെ തല MS ധോണി പറഞ്ഞ വാക്കുകൾ തന്നെ ഞാനിവിടെ പറയുകയാണ്. ഡോണ്ട് വെറി അബൌട്ട് ദ റിസൾട്ട്സ്. നമ്മുടെ റിസൾട്ട്സിനെ പറ്റി വെറീഡ് ആവണ്ട. ട്രസ്റ്റ് ദ പ്രോസസ്സ്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്. ആ പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിസൾട്ട്സ് നിങ്ങൾക്ക് വരും. ഇപ്പോൾ 1 മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞ് നടക്കുന്ന എൻട്രൻസ്, അത് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 ആഴ്ച എടുത്തിട്ടാണ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. നിയർലി ഒരു 2 മന്ത്സ് കൂട്ടാം. ആ റിസൾട്ട് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. അപ്പം എന്താണ്, അതിനെപ്പറ്റി ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ബട്ട് ട്രസ്റ്റ് ദ പ്രോസസ് ഇല്ലേ, അതിലേക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് എന്തൊക്കെയാ, ഡെയിലി ഡിക്ഷണറി മറച്ചു നോക്കി കൺഫ്യൂസിങ് ആയ വേർഡ്സ് എഴുതി പഠിക്കാം ഇല്ലേ, അത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡെയിലി സിനോണിംസ് പഠിക്കാം, ആന്റോണിംസ് പഠിക്കാം, ഡെയിലി പത്രം വായിച്ച് കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്യാം, ഡെയിലി GK പഠിക്കാം. അതുപോലെ തന്നെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി ഡെയിലി ഇത്ര സമയം ഓരോ സബ്ജക്റ്റ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വേർതിരിച്ച് പഠിക്കാം. ഇതൊക്കെയാണ് പ്രോസസ്സ് ഇല്ലേ. ആ പ്രോസസ്സ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. 24/7 2 months നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി റിസൾട്ട്സ് വിൽ കം ടു. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, റിസൾട്ട്സ് എന്തായാലും നിങ്ങൾക്ക് വരും. സോ ട്രസ്റ്റ് ദ പ്രോസസ്. ആ പ്രോസസ്സ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന റിസൾട്ട്സ് നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൺവേ ചെയ്യാനുള്ളത്, ഞാൻ ഗ്രൂപ്പിലൂടെ ഒരു പോൾ നടത്തുന്നുണ്ടായി. ആ പോൾ നടത്തിയപ്പോൾ ഒരുപാട് പേര് കോച്ചിങ് ഒന്നും പോകുന്നില്ല, സെൽഫ് സ്റ്റഡി നടത്തുന്നവരാണ്. അപ്പോൾ നമ്മൾ എൻട്രൻസിൻ്റെ, നമ്മുടെ കേരള ലോ എൻട്രൻസിൻ്റെ കോറായിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. പ്രധാനമായിട്ട് സ്ഥിരമായി ചോദ്യം ചോദിക്കുന്ന ഏരിയാസ് ഉണ്ട്. അത് നമ്മൾ ഹരിയ ടോക്സ് ലോയിലൂടെ നമ്മൾ ക്ലാസ്സുകളായിട്ട് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ഫോർ ദ കണ്ടന്റ്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ സമയത്തിന് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. കോടതിയും ഓഫീസും കാര്യങ്ങളായിട്ട് സമയത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ടൈം കൺസ്ട്രെയിൻസ് നിന്നുകൊണ്ടുള്ള എല്ലാവിധ ഹെൽപ്പും ഞാൻ നിങ്ങൾക്ക് ചെയ്യും, എല്ലാവിധ ഗൈഡൻസും തരും. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഫെസിലിറ്റേറ്റ് ചെയ്ത് തരും. ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ജൂലൈ 8 മൺഡേ മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡേ വൈസ് സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് സ്പെല്ലിങ്സ് ഷെയർ ചെയ്യും, ആൻറ്റോണിയംസ് സിനോണിംസ് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ കൃത്യമായ ടോപ്പിക്സ് ഓരോ ദിവസം എന്തൊക്കെയാണ് ടോപ്പിക്സ് നോക്കേണ്ടതെന്നുള്ളത് ഡേ വൈസ്, ഡേ 1 ഡേ 2 എന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഗൈസ് ക്യാൻ ജോയിൻ. ഞാൻ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൺഡേ ആയിരിക്കും ഡേ 1, ട്യൂസ്ഡേ ഡേ 2 എന്ന രീതിയിൽ നമ്മൾ ഷെഡ്യൂൾ കൃത്യമായിട്ട് നമ്മൾ എക്സാം വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അത് നമ്മൾ
നോക്കി പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് താങ്ക്സ് ഗിവിംഗ് വീഡിയോ ആണ് ഉദ്ദേശിച്ചത്. അത് നിങ്ങളോട് താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ് എനിക്ക് എന്താ പറയുക, അതൊരു ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് ഭയങ്കര ഇൻഡപ്റ്റഡ് ആണ് ഞാൻ. അപ്പോൾ ഇനിയും ആ സപ്പോർട്ട് എനിക്ക് ഇതുവരെ തന്ന പോലെ തന്നെ എനിക്ക് സപ്പോർട്ട് ഇനിയും തരണം. ഇനി നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടന്റ് എന്ത് കണ്ടന്റ് ആയാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഗൈസ് സപ്പോർട്ട്, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.